ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ കാലത്തിന് ശേഷം ഞാനൊരു ഔട്ട്ഡോർ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ എന്നോട് കുറേ ആളുകളെല്ലാം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാറിലിരുന്ന് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഞാൻ സ്ഥലങ്ങളെല്ലാം ധാരാളം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ തിരക്കായതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ പുറത്തു പോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്തത് കൊണ്ട് നമ്മൾ കാറിലിരുന്നുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് താലയിലുള്ള ഒരു പാർക്കാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, അയർലൻഡിലെ എല്ലാ 100 മീറ്ററും കഴിയുമ്പോൾ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ പല ഫെസിലിറ്റീസുമുണ്ട്. കളിക്കാനും എക്സസൈസ് ചെയ്യാനും എല്ലാമായിട്ടും, പിന്നെ നടക്കാനും അവരുടെ പെറ്റായ പട്ടികളെയൊക്കെ ആയിട്ട് ഇതിൽ നടക്കാനൊക്കെയുള്ള ഈ നല്ലൊരു സൗകര്യം, അതായത് ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് അയർലൻഡിലുള്ളത്. ഇവിടുത്തെ ആളുകൾ ധാരാളം നടക്കാനാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ സൈക്ലിംഗ് ആണ് ഇവരുടെ പ്രധാന ഒരു ഹോബി. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് സമ്മറിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ആളുകളെല്ലാം ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഇപ്പോൾ സമയം ഇവിടെ രാത്രി 7:45. അപ്പം ഈ 7:45 സമയത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല വെളിച്ചമാണുള്ളത്. കാരണം നേരത്തെ ഈവനിങ് 3:30 ആകുമ്പോഴേ തന്നെ രാത്രി ഇരുട്ടി ഭയങ്കര ഇരുട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ 7:30 ആയാലും വളരെ നല്ല ഒരു ക്ലൈമറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെടും ഈ പുറത്തെല്ലാം വരാനും. അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഈ 7 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ ഒരു നല്ല തണുപ്പിന് ശേഷമുള്ള ഈ ഒരു വെതർ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഡ്യൂട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ, നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇരുട്ടത്ത് പോയിട്ട് ഇരുട്ടത്ത് തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ്. നമ്മൾ വെളിച്ചം കാണുന്നേയില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെ മിക്ക ആളുകൾക്കും ഈ ക്ലൈമറ്റ് കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻ വളരെയധികം കൂടുതലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരേറ്റവും അധികം എൻജോയ് ചെയ്യുന്ന പുറത്ത് നടക്കാനും മറ്റു കാര്യങ്ങൾക്കുമാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, കോവിഡ് ടൈമിൽ നമ്മൾ വീട്ടിൽ അടച്ചിരുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് അങ്ങനെ ഒരു ലൈഫ്. അപ്പോൾ ഏകദേശം ഈ വിൻ്റർ വരുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ ഏകദേശം അതുപോലെയാണ്. കാരണം നമുക്ക് പകൽ വെളിച്ചം കാണാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പണ്ട് ഓർക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഈ യൂറോപ്യൻസ് എല്ലാം നമ്മുടെ നാട്ടിൽ വന്ന് ഈ വെയിലത്ത് ബീച്ചിൽ ഇങ്ങനെ കിടക്കുന്നത് എന്നോർക്കും. തീർച്ചയായിട്ടും അത് നമ്മൾ കുറേ നാൾ ഇങ്ങനത്തെ രാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മൾക്കും ഈ ഒരു ചൂടിനോട് ഭയങ്കര ഒരു ആഗ്രഹം തോന്നും. അപ്പോൾ ഇത് വളരെ വലിയൊരു പാർക്കാണ്. നല്ല ഏക്കറോളം നമുക്ക് നടക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ആളുകളെല്ലാം ഇതിലെ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയധികം പാർക്കുള്ളത് കൊണ്ട് ഒരു ശകലം പോലും തിരക്ക് കാണില്ല. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത്, നമുക്ക് എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജോലി കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒത്തിരി സ്ട്രെസ്സൊക്കെ ആവുന്ന സമയത്ത് നമുക്കിവിടെ വന്ന് തനിയെ ഒന്നിരിക്കാനും നമുക്ക് നല്ലൊരു ഒരു ഫ്രഷ് എയർ കിട്ടാനുമായിട്ടുള്ള ഒരു നല്ലൊരു സൗകര്യമുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ഇത്രമാത്രം എന്താ പറയുന്നത്, വെളിച്ചമെല്ലാം ഉണ്ടെങ്കിലും നല്ല തണുപ്പും തണുത്ത ഒരു കാറ്റുമാണ്. പക്ഷേ ഉച്ച സമയത്ത് നല്ല വെയിലും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ ആളുകൾക്ക് എക്സസൈസ് കഴിഞ്ഞേ മറ്റേത് കാര്യവുമുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഇവിടെ ജിമ്മുകൾ ഇഷ്ടം പോലെ ജിമ്മും അതുപോലെ ഹെൽത്തിനെ മെയിനായിട്ടും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളും അതിലേക്ക് കുറച്ചുകൂടെ കോൺഷ്യസ് ആകുകയും ഇതുപോലെ ജിമ്മിൽ പോവുകയും നടക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാം. ഇത് കണ്ടോ, ഇപ്പോൾ പുറകിൽ കാണുന്ന ഈ പൂക്കൾ തന്നെ നമുക്ക് മനസ്സിന് എന്ത് സന്തോഷം നൽകി. ഇത്രയും നാൾ ഉണങ്ങി ഞരണ്ട് കിടന്നിരുന്ന ഈ സ്ഥലത്തേക്ക് കുറച്ച് പൂക്കളെല്ലാം വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പൂവിട്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇപ്പോഴും ഇവിടെയൊന്നും പൂക്കളൊന്നും വന്നിട്ടില്ല. വിൻ്റർ സമയത്ത് ഈ കാണാവുന്ന ഈ ഒരു മരങ്ങളും ചെടികളും പോലെ തന്നെയാണ് ഇവിടെ ഫുള്ളായിട്ടുള്ള ചെടികളുടെ എല്ലാം അവസ്ഥ. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് പാർക്കിനകത്തുള്ള തന്നെ ഒരു സെറ്റപ്പാണിത്. ഇവിടെ സൈക്കിളിൽ കുട്ടികളെല്ലാം വന്ന് ഇതുപോലെ നല്ല എൻജോയ് ചെയ്ത്
അവരുടെ ഈവനിങ് നല്ല രസകരമാക്കുകയാണ്. അപ്പോൾ ഓ എൻ്റെ അമ്മേ, സൂപ്പർ. ഓ ഗോഡ്. പിന്നെ എൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പട്ടികളെല്ലാം ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പം ഇവിടെ അയർലൻഡിൽ വന്നപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു പട്ടിയുമായിട്ടാണ് ഇവർ നടക്കാനായിട്ട് വരുന്നത്. ഇത് കണ്ടോ, ഈ പാർക്കിനകത്ത് നല്ല ഒരു അരുവി പോലെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അവിടെ പട്ടിയെ പന്തെല്ലാം എറിഞ്ഞ് കളിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ പട്ടിയെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കുകയാണ്. അപ്പോൾ പട്ടിയുടെ ഒരു മാനസിക ആരോഗ്യമൊക്കെ ഇവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. രാത്രി 8 മണിയോടടുത്തിരിക്കുകയാണ്. നോക്കൂ, ആകാശം ഇപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളത്. എനിക്ക് ഇന്നത്തെ ഈവനിങ് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ വെതർ കണ്ടിട്ട് തന്നെ. ഇത് കണ്ടോ, നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അരുവി ഒഴുകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അരുവിയാണ്. അവിടെയൊക്കെ ഇറങ്ങണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്കൊരു ഉൾഭയം, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇത് കണ്ടോ, ഈ പാലം കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? അതുകൊണ്ട് ഈ പാലം കടന്ന് അതിൻ്റെ ലാസ്റ്റ് കാണുന്നത് ഒരു ചെറിയ റെസ്റ്റോറൻ്റാണ്. അവിടെ നമുക്ക് നല്ല കേക്കുകൾ, അതുപോലെ കോഫി, ടീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആ കാണുന്നതാണ്, ആ മലനിരകൾ കാണുന്നില്ലേ, അതാണ് വിക്ലോ മലനിരകൾ. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള വിക്ലോ മൗണ്ടൻസ് എന്ന് പറയുന്നതാണ്. ഞാനിപ്പം മഞ്ഞ് വീഴ്ചയുടെ സമയത്തൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ആ വിക്ലോ മൗണ്ടൻസ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എനിക്ക് ഇവിടെ ആദ്യം വന്ന സമയത്ത് ഇത്രയും ദൂരമൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു. കാരണം നമ്മൾ നാട്ടിലാണെങ്കിലും മറ്റെവിടെ ആണെങ്കിലും നമ്മൾ ചെറിയ ഡിസ്റ്റൻസ് പോലും നമ്മൾ ടാക്സിക്ക് പോകും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകും. അങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ ഒട്ടും നടക്കാതെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ലൈഫ് പോകുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ സൈക്കിള് ചവിട്ടി പോകുന്ന ആ ഒരു സിസ്റ്റമേ നിന്ന് പോയല്ലോ. ഇപ്പോൾ ആളുകളെല്ലാം കൂടുതൽ ഇൻട്രസ്റ്റഡ് ബൈക്ക്, അതുപോലെ തന്നെ കാറിലൊക്കെ എവിടെയും പോകാനാണല്ലോ ഇഷ്ടപ്പെടുന്നതും, അതാണല്ലോ കൺവീനിയൻറ്റും. അപ്പോൾ ഇവിടെ ഇവർ റോഡ് തന്നെ, കാറും ബസ്സും പോകുന്ന റോഡ് തന്നെ, അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ നന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗം ഒരു വരി കാൽനടക്കാർക്ക് നടക്കാനും മറ്റൊരു ഭാഗം സൈക്കിളിൽ പോകുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് അവരെല്ലാ റോഡുകളിലും സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സൈക്കിൾ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ട്രാഫിക്കിലും പെടാതെ അവർക്കിപ്പോൾ ഒരു കാറിൽ നമ്മളൊരു സിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു 45 മിനിറ്റ് എടുക്കുന്ന സ്ഥലത്ത് സൈക്കിളിൽ പോവുകയാണെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് ഒരു ട്രാഫിക്കും ഇല്ലാതെ അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാരും സൈക്കിളാണ് ഉപയോഗിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ എന്താ പറയുക, നമ്മുടെ CEO ലെവലിലിരിക്കുന്ന ആൾ, അതായത് മാസ്റ്റർ എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു ദിവസം ഞാൻ കണ്ടതാണ്, അദ്ദേഹം തന്നെ സൈക്കിളിലാണ് ഡ്യൂട്ടിക്ക് വരികയും പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്കൊരു അഭിമാനമാണ്. അവരവരുടെ ഹെൽത്തിനെ നന്നായിട്ട് എന്നാ പറയുന്നത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ആ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കണ്ട, ലൈറ്റെല്ലാം ഓൺ ചെയ്തു. ഇവിടെ ആളുകളെല്ലാം കുറഞ്ഞു വരികയാണ്. ഞാൻ പോകുന്നതാണ് ഈ പാർക്കിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം. ഇത് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് സമയമെല്ലാം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലതായിട്ട് പറ്റുന്ന ഒരു പ്ലേസാണ്. സ്വിറ്റ്സർലൻഡിലെ ഒരു ചെറിയ പാർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പക്ഷേ ചെറിയ പാർക്കാണ്, പക്ഷേ ഞാൻ നടന്ന ഒരു വഴിയായി. നമ്മൾ ഈ പറയുന്ന പോലെ അധികം നടക്കുന്നില്ലല്ലോ. അപ്പം നമ്മുടെ ആളുകൾക്ക് അത്രയ്ക്കുള്ള സ്റ്റാമിനയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി മടുത്തു നടന്ന്. ഇവിടുത്തെ ആളുകൾ ഏക്കറുകളോളം നടക്കുകയാണ്. അയ്യോ, അവരുടെ ആ ഒരു കപ്പാസിറ്റിയിൽ എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്കൊക്കെ പറ്റുമെന്ന്. ട്രൈ ചെയ്താൽ പറ്റുമായിരിക്കും. അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ ഈ പാർക്കിലൊന്ന് നടക്കാൻ വന്നു. അത് നിങ്ങളെയും ഒന്ന് കാണിക്കാനായിട്ട് എനിക്ക് പറ്റി.
അപ്പം ചില ആളുകൾക്ക് അയർലൻഡിലെ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് ഇഷ്ടമുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് കമൻ്റ് ഇടുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.